നമസ്കാരം. സുഭാഷിതം. ഗുരുപത്നി രാജപത്നി ജ്യേഷ്ഠപത്നി തഥൈവ ച പത്നി മാതാ സ്വമാതാ ച പഞ്ചൈതേ മാതരസ്മൃതഃ. ഗുരുവിൻ്റെ പത്നി, രാജാവിൻ്റെ രാജ്ഞി രാജപത്നി, ജ്യേഷ്ഠൻ്റെ പത്നി, പിന്നെ പത്നിയുടെ മാതാവ്, ഭാര്യയുടെ അമ്മ, തൻ്റെ സ്വന്തം മാതാവ്, ഇവരഞ്ചു പേരുമാണ് മാതാക്കളെന്ന് അറിയുക. ഗുരുപത്നി, രാജപത്നി, ജ്യേഷ്ഠപത്നി, ഭാര്യയുടെ അമ്മ, പത്നി മാതാവ്, പിന്നെ നമ്മുടെ സ്വന്തം അമ്മ. ഇവരഞ്ചു പേരുമാണ് മാതാക്കന്മാർ എന്ന് പറയുന്നത്. കാരണം സ്വന്തം മാതാവ് മാത്രമല്ല, വളർത്തിയ മാതാവ് മാത്രമല്ല, മറ്റുള്ള അവരെ പോലെ അവർ കൂടി നമ്മളുടെ അമ്മയ്ക്ക് തുല്യരായ ആളുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്തരം സുഭാഷിതങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കുറച്ചുകൂടി ഒരു ഉണർവുണ്ടാകും. എങ്ങനെയൊക്കെയുള്ള ആരാണ് ഈ സമൂഹത്തിലുള്ളവർ. ഇപ്പം ഞാൻ ഇന്നലെ 5 പിതാക്കന്മാരെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. അതേപോലെ 5 മാതാക്കളും നമുക്കുണ്ട്. അവർ ആരൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, സുഭാഷിതത്തിൽ കൂടി സൂചിപ്പിച്ചത്. നമസ്തേ.